നമസ്കാരം. രാജ്യതലസ്ഥാനത്ത് വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ കൊടുമ്പിരി കൊള്ളവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അണിനിരന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് മുന്നിൽ സമരവുമായി. CJP സമരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ അദ്ദേഹം നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. രാജ്യത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന ചോദ്യപേപ്പർ ചോർച്ചകളിലും വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കെതിരായ പോലീസ് അതിക്രമങ്ങളിലും പ്രതിഷേധിച്ച് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ CJP നടത്തുന്ന പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധി നേരിട്ട് സമരപ്പന്തലിലെത്തി. കൈകൾ കെട്ടിയാണ് രാഹുൽ അദ്ദേഹത്തിനൊപ്പം എത്തിയ കോൺഗ്രസ് എംപിമാരും പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്. ഇതിനിടെ രാഹുലിനൊപ്പം ഉണ്ടായിരുന്ന കോൺഗ്രസ് എംപിമാരെ ഡൽഹി പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുവജന വിരോധിയായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. നീറ്റ് ഉൾപ്പെടെയുള്ള പ്രമുഖ പരീക്ഷകളിലായി രാജ്യത്ത് അടുത്തിടെ 152 ചോദ്യപേപ്പർ ചോർച്ചകളാണ് ഉണ്ടായതെന്നും ഇത് 7.5 കോടി വിദ്യാർത്ഥികളുടെ ഭാവിയെയാണ് ബാധിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിന് കാരണക്കാരായ അഴിമതിക്കാർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പകരം സ്വന്തം അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങുന്ന വിദ്യാർത്ഥികളെ ലാത്തിച്ചാർജിലൂടെയും കണ്ണീർ വാതകത്തിലൂടെയും ഭീകരമായി നേരിടാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കഠിനാധ്വാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ശിക്ഷിക്കപ്പെടുകയും അഴിമതിക്കാർ സ്വതന്ത്രരായി വിഹരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ജനാധിപത്യത്തിന് ചേർന്നതല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതിയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അടിയന്തരമായി രാജിവെക്കാൻ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ പോലും പ്രധാനമന്ത്രി തയ്യാറാകാത്തത് അദ്ദേഹത്തിന്റെ യുവജനങ്ങളോടുള്ള വിരോധമാണ് വ്യക്തമാക്കുന്നത്. RSS രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കിയതിന്റെ അനന്തരഫലമാണ് നിലവിലെ പ്രതിസന്ധികളെന്നും രാജ്യത്തെ യുവജനങ്ങൾക്ക് സർക്കാരിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. വിഷയത്തിൽ പാർലമെന്റിൽ അടിയന്തര ചർച്ച ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ എംപിമാർ ലോക്സഭാ സ്പീക്കറെ കണ്ടിരുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്ന സർക്കാർ നടപടിക്കെതിരെ ശക്തമായ പ്രതിപക്ഷ നിര ഉണ്ടാകേണ്ടതുണ്ട്. എന്നാലും പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ ഇന്ത്യ സഖ്യത്തിന്റെയും തീരുമാനം. അതേസമയം ഡൽഹിയിൽ നടന്ന CJP പ്രതിഷേധത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ ഇന്നലെ പരിക്കേറ്റ 21-കാരിയായ വിദ്യാർത്ഥിനി RML ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്നുണ്ട്. സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന പ്രതിഷേധക്കാരെ കാണാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ആശുപത്രിയിൽ എത്തിയിരുന്നു. ആരോഗ്യനില വിലയിരുത്തിയിരുന്നു. സാഹചര്യത്തിന്റെ ഗുരുതരാവസ്ഥ കണക്കിലെടുത്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉന്നത ഉദ്യോഗസ്ഥരുമായി അടിയന്തര യോഗം ചേർന്ന് ചികിത്സാ സംവിധാനങ്ങൾ അവലോകനം ചെയ്തു. പോലീസ് നടപടിയിൽ പ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്കേൽക്കാൻ ഇടയായതിൽ CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ പ്രതിഷേധക്കാരോടും പൊതുജനങ്ങളോടും പരസ്യമായി ക്ഷമാപണം നടത്തി. പുരുഷ പോലീസുമാരാൽ മർദ്ദനമേറ്റ പെൺകുട്ടിയുടെ അദ്ദേഹം പ്രത്യേകം മാപ്പ് അപേക്ഷിച്ചു. ഡൽഹി പോലീസിന്റെ മനുഷ്യത്വരഹിതമായ അതിക്രമത്തിൽ നിന്നും പ്രതിഷേധക്കാരെ സംരക്ഷിക്കാൻ തനിക്ക് സാധിച്ചില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ രക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരവധി വിദ്യാർത്ഥികളെ ചോര ഒഴുക്കുകയാണെന്നും അഭിജിത്ത് രോഷത്തോടെ പറഞ്ഞു. എന്തായാലും രാഹുൽ ഗാന്ധി സമരപ്പന്തലെത്തിയിരിക്കുന്നു. നിരവധി പ്രവർത്തകരാണ് CJP സമരത്തിൽ ഐക്യദാർഢ്യവുമായി എത്തുന്നത്.